നന്മയ്ക്കാണെന്നറിയുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 32 സങ്കീർത്തനം വായിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ദാവീദിന്റെ ഒരു ധ്യാനം. 32 സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അകത്യം കണക്കാതെയും ആത്മാവിൽ കവടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികളൊക്കെ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായില്ല. നിന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്തരന്നുപോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിനെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടതാകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കളോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും പവർ കഴുതിയും പോലെ ആകരുത്. അവയുടെ സമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. അവയിൽ ആസ്വദിക്കുന്നതിനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിക്കുകയും പരമാർത്ഥം എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിക്കുകയും. ദൈവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം കർത്താവെ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ജനത്തെ കർത്താവ് ഓർക്കണമേ. കർത്താവിന്റെ ജനത്തിന് വേണ്ട വിടുതലും ആശ്വാസവും എല്ലാം കർത്താവിന്റെ ഭക്തരുണ്ടല്ലോ. ഞങ്ങൾ പോകേണ്ടുന്ന വഴികളിൽ ഞങ്ങൾ അറിയിച്ചു തന്നു. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ നടത്തി കർത്താവിന്റെ സന്നിധിയിൽ എത്തിക്കാനുള്ള കർത്താവിന്റെ കരം ഞങ്ങളൊക്കെ അനുഗ്രഹമായിരിക്കുമാറാകണം. വായിച്ച സങ്കീർത്തനായി സ്തോത്രം. കർത്താവെ ദൂരെയായിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കും സഹോദരങ്ങൾക്ക് എല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം തിരുനാമത്തിന് പിതാവേ അനുഗ്രഹിക്കണമേ. നമ്മൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കും. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിന് ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് ഈ ആഴ്ചവട്ടത്തിലെ 1-ാമത്തെ ദിവസം ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിടെ ആക്കിയിരിക്കുന്നുവല്ലോ. കർത്താവ് നമ്മുടെ ആരാധന കൈക്കൊള്ളുവാൻ ഓർണം. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിയുള്ള ആരാധനയായി തന്നെ ഈ ആരാധന കണ്ടുവെക്കാൻ ഇടവരേണ്ടതിന് വേണ്ടി ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മുൻപാകെ ആരാധന കഴിഞ്ഞ ഒരു വ്യക്തി പൂർണ്ണ സമാധാനത്തിലായിരിക്കും. രണ്ടാമത്തെ അവന് ഭയം ഉണ്ടാകുകയില്ല. മൂന്നാമത്തെ ദൈവം പ്രസാദിച്ചതാണെങ്കിൽ അവന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങും. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഒരാരാധനയിൽ കൂടി ദൈവത്തിന്റെ ജനം പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെയാ? 1, ആരാധന കഴിഞ്ഞാൽ പൂർണ്ണ സമാധാനം. 2, ആരാധന കഴിഞ്ഞാൽ ഭയമുണ്ടാവുന്നു. 3-ാമത്തത് ആബേലിന്റെ ഒരുപാട് ആരാധന ദൈവം പ്രസാദിച്ച് അവന്റെ പ്രാണൻ ചെയ്യാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ പുറമെ സംസാരിക്കുന്ന പോലെയല്ല, പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആരാധനയിൽ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ശരീരം മരിച്ച് മണ്ണോടി ഇറങ്ങാനും പ്രാണനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സംസാരിച്ചുകൊണ്ട്. ആവേലിനെ കൊന്ന് ഭൂമിയിൽ അവന്റെ രക്തം വീണിട്ടും അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, പ്രാണൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് ഒരു പ്രാണനെ സംബന്ധിച്ചിടത്തോളം ദൈവം. ഇങ്ങനെയുള്ളവന് ദൈവം കൊടുക്കുന്ന പദവിയാണ് ദൈവത്തിന്റെ സ്നേഹിതൻ. അപ്പോ ആരാധനയിൽ നമ്മൾ പ്രതീക്ഷയോടെ വരുമ്പോൾ കർത്താവ് ഈ ആരാധന കഴിഞ്ഞ പിന്നിക്ക് ഉണ്ടാകാൻ പാടില്ല, ഭയം ഉണ്ടാകാൻ പാടില്ല. ഈ ആരാധനയിൽ കൂടി എനിക്കെന്ത് ലഭിക്കണം? പൂർണ്ണ സമാധാനം ലഭിക്കും. ഈ ആരാധനയിൽ കൂടി എനിക്ക് എന്റെ പ്രാണൻ എന്ത് ചെയ്യണം? സംസാരിക്കാൻ തുടങ്ങണം. ദൈവത്തിന് മുമ്പാകെ ഞാൻ ആരായിരിക്കണം? ദൈവമായിട്ട് ബന്ധം സ്നേഹിതനായി. ദൈവമായിട്ട് ബന്ധത്തിൽ നമുക്ക്
ദൈവം നമുക്ക് ആരൊക്കെയായി തീർന്നു വിശ്വാസത്തിലേക്ക് വരുമ്പോ ആരായിരുന്നു? നമ്മുടെ കർത്താവ്, രക്ഷിതാവ്. അത് കഴിഞ്ഞ് അവന്റെ നാമത്തെ അവനെ കൈക്കൊണ്ട് നാമം വിശ്വസിച്ചപ്പോൾ ആരായി തീർന്നു? ദൈവം പിതാവായി തീർന്നു. നാമം വിളിപ്പെട്ടപ്പോ ആരായി തീർന്നു? സ്നേഹിതനായി തീർന്നു. അല്ല, സഹോദരനായി തീർന്നു. സഹോദരനായി തീർന്നു. ആത്മാവിനെ പ്രാപിച്ചപ്പോൾ ആരായി തീർന്നു? ആത്മാവിനെ പ്രാപിച്ചപ്പോൾ നിങ്ങൾ പ്രാപിച്ച അഭിഷേകം തന്നെ നിങ്ങളെ മുഴുവൻ പഠിപ്പിക്കും. ആരും നിങ്ങൾ ഉപദേശിക്കാൻ ആവശ്യമില്ല. അധ്യാപകനായിക്കോ, ഗുരുവായിക്കോ. അപ്പോ നമുക്ക് അവൻ ആരൊക്കെയാ? നമുക്ക് കർത്താവാണ്, അപ്പനാണ്, സഹോദരനാണ്, ഗുരുവാണ്, അങ്ങനെ വൈദ്യനാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് വൈദ്യനാണ്. പക്ഷെ ഏറ്റവും അവസാനം ലഭിക്കുന്ന പദവിയാണെങ്കിൽ സ്നേഹിതൻ. സ്നേഹിതൻ എന്നുള്ള പദവിയിൽ വന്നു കഴിഞ്ഞാൽ ഒരാള് ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള പദവി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രാണൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവൻ ആരുടെ കൂട്ടുകാരനാ? അങ്ങനെ സാക്ഷ്യം പ്രാപിച്ചത് ആരാ? അബ്രഹാം. ദൈവത്തിന്റെ സ്നേഹിതനാണ്, കൂട്ടുകാരനാണ്. അതുകൊണ്ടാണ് യാക്കോബിനെ കുറിച്ച് പറഞ്ഞത് എന്റെ സ്നേഹിതന്റെ മകനായ യാക്കോബ് എന്ന്. അപ്പൊ നമുക്ക് ഇത് പ്രാപിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യത. ഈ ആരാധനയിൽ കൂടി നമുക്ക് എന്തൊക്കെ കിട്ടണം? പൂർണ്ണ സമാധാനം കിട്ടണം, ഭയം നീങ്ങണം, പിന്നെ പ്രാണം സംസാരിക്കാൻ തുടങ്ങണം, ദൈവത്തിന്റെ സ്നേഹിതനായി തീരണം. മതി. നമ്മളെന്തിനോട് കിടന്നത്? ഇതൊന്നും നമുക്കുള്ളതല്ല. ഈ കാര്യങ്ങളൊന്നും നമുക്കുള്ളതല്ല. ഈ കാണുന്ന കാഴ്ചയും ഈ കാണുന്ന കേൾക്കുന്ന ഒന്നും നമുക്കുള്ളതല്ല. ഇത് വഞ്ചനയാണ്. അദ്ദേഹം പറഞ്ഞു മരീചിക ഇല്ലാത്തൊരു കാലം വരും. ഇത് മുഴുവൻ മരീചിക. മരീചിക എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടോ? എന്താ മരുഭൂമിയിലുള്ള ഒരു പ്രതിഭാസം. മരുഭൂമിയിൽ ഒക്കെ ചെല്ലുമ്പോഴേക്കും മനുഷ്യൻ അവിടെ പെട്ടുപോയ മനുഷ്യനോ മൃഗമോ മരുഭൂമിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നല്ല വെയിലാണെങ്കിൽ അകലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കിടക്കണായിട്ട് നോക്കും. നമ്മളാണെങ്കിൽ തന്നെ തോന്നും നല്ല വെയിലത്ത് റോട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിലേ വെള്ളം കിടക്കും. അപ്പൊ മൃഗങ്ങളും ഈ മനുഷ്യരും ഒക്കെ വഴിതെറ്റിപ്പോയ മനുഷ്യരൊക്കെ ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് ചെല്ലുന്ന ഒരു അകന്നു പോയിക്കൊണ്ടിരിക്കും. അവസാനം ഇവന് നടക്കാൻ പറ്റാത്ത അവസ്ഥ. വെയില്, വെള്ളമെല്ലാം മാറുന്നു. അവൻ മുട്ടുകുത്തി വീഴുക. മുട്ടുകുത്തി വീഴ അപ്പോഴും അകലെന്ത് കിടക്കുന്നു? വെള്ളം കിടന്നായിട്ട് തോന്നുക. അങ്ങനെ മുട്ടുകുത്തി തനിക്കിനി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് പുറകോട്ട് നോക്കിയപ്പോഴാണ് ചതി മനസ്സിലാവുന്നത്. എന്താ? അവിടെയും ഒരിക്കലും കിട്ടാത്ത ഒന്നാണത്. ഇത് മനുഷ്യനെ ആശിപ്പിക്കുന്നതാ. അതുകൊണ്ടാണ് അതിനും പറയുന്നത് മരീചിക ഇല്ലാത്തൊരു കാലം ഞാൻ നിങ്ങൾക്ക് തരും. മരീചികയില്ല. ഇത് ലോകം വഞ്ചനയാണ്. നമ്മളിവിടെ എങ്ങനെയും സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാന്നൊക്കെ വിചാരിക്കും. അടുത്ത് എന്തോറും എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും? അതൊന്നാണ് നോക്കിക്കൊണ്ടിരിക്കും. അവസാനം ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യനെ, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളഞ്ഞു. ചതിമോഹം വഷളാകുന്നു, മരിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യന്റെ മോഹം കൊണ്ട് ഒരു മോഹം ഉള്ളിലേക്ക് അങ്ങ് വരും. ആ മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊന്നും കിട്ടിയേച്ചാ വേറെ ഒന്നും വേണ്ട. അതെന്തിനുള്ളതാ? ചതിമോഹമാണ്, ചതിക്കാനുള്ള. ആ ചതിയിൽപ്പെട്ടാൽ മനുഷ്യൻ മരിക്കും. എല്ലാം ഉണ്ട്. ഹാമാന് എല്ലാം ഉണ്ട്. ഒന്നിനും കുറവില്ല. ഒരു കാര്യം എന്താ? ഒരു കാര്യം ഓർക്കുമ്പോ ഒരു തൃപ്തിയില്ല.
എന്താ കാര്യം? പുറത്തേക്കായി തന്നെ കൂടണം. ആ ഒരു മോഹമുള്ളൂ. പക്ഷെ ആ മോഹം എന്തിനുള്ളതാ? അത് ചതിയാ. അത് ഹാമാനെ കൊല്ലാനുള്ളതാ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ ഭക്തന്മാരോട് നമ്മളോട് പത്രോസിന്റെ ലേഖനത്തില് പറഞ്ഞിരിക്കുന്നത്, അജ്ഞാന കാലത്തുണ്ടായിരുന്ന നിങ്ങളുടെ മോഹങ്ങളെ മാതൃകയാക്കരുത്. പണ്ട് നമ്മൾ എങ്ങനെ നടന്നതാ? ഈ എന്തെങ്കിലും ഒരു മോഹം ഉണ്ടാവും. ചിന്തിക്കാൻ പ്രായമാകുന്ന ആ സമയം മുതൽ ഇപ്പൊക്കെ നിങ്ങൾക്ക് ആ പ്രായം. ഇപ്പൊ ഇവിടെ ഇവരെയൊക്കെ എന്ന് കഴിഞ്ഞാൽ ലിബിയ, നദയത് ഇങ്ങനെയൊക്കെ കാണുന്ന സമയം ചിന്തകൾ, ഭാവനകൾ ഉരുത്തിരിഞ്ഞു വരുന്ന സമയം. ഇപ്പൊ നമുക്ക് പലതും തോന്നും, എല്ലാം കീഴടക്കാം, നമുക്കത് സാധിക്കും എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയം. ഇതിങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ ഉത്സാഹം കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ദാസൻ കൊണ്ട് ഇങ്ങനെ പറയായിരുന്നു, ഈ കൊല്ലത്ത് ചെങ്കോട്ടയ്ക്ക് പോകുമ്പോഴത്തേക്കും കാളവണ്ടിക്കാണ്. കാളവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിരനിരയായിട്ട് പണ്ട് വാഹനങ്ങൾ ഇല്ലാത്ത സമയമാണ്. അനേക കാളവണ്ടി 10ഉം 25ഉം 30ഉം 40ഉം ഒക്കെ ഉണ്ടാവും കാളവണ്ടി ലൈനായിട്ട് പോയി. വൈകുന്നേരം രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോ അങ്ങ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ മുൻവശത്ത് പോകുന്ന കാളയുടെ മുമ്പിൽ ഒരു തോട്ടി ഇത്രയും വെച്ചിട്ടതിന് ശേഷം ഒന്നാന്തരം പച്ച ഇതായിട്ട് കിടക്കുന്ന കന്നുകാലികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തീറ്റ അങ്ങോട്ട് കെടുത്തു. അപ്പോ ഇതിങ്ങനെ കാളയുടെ മുഖത്തേന്ന് അങ്ങ് വെച്ച് കെടുത്ത് നോക്കുമ്പോ കാള നോക്കുമ്പോ ഇതാ 2 കാളയുടെ കമ്പിൽ കാള ഇങ്ങനെ എത്തി നോക്കിയിട്ട് കിട്ടൂല. നാക്ക് നീട്ടുമോ? കിട്ടൂല. ഇതിങ്ങനെ എത്തി പോകുമ്പോഴത്തേക്കും കാള വണ്ടി പതുക്കെ എടുക്കാൻ തുടങ്ങി. ഇതിങ്ങനെ നോക്കി നേരം പതുക്കെ വെളുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ചെങ്കോട്ട ചെല്ലും. ചെങ്കോട്ട ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോയിട്ടുള്ളവർക്ക് അവിടെ മാർക്കറ്റിലേക്ക് ഒരു ബഹളമാണ്, ഒച്ചപ്പാടും. അവിടെ നിന്ന് 4 വശത്തുനിന്നും കാളവണ്ടിയും ആളുകളൊക്കെ വന്നുകൊണ്ടിരുന്നത് ഭയങ്കര തിരക്കാ. ഇതുപോലെയല്ല, നമ്മൾ ഇരുണ്ട സ്ഥലത്ത് തന്നെ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര വെളിച്ച. ആ കാളവണ്ടിക്കാരൻ ചാടി ഇറങ്ങി ആ തോട്ടിയിലിരുന്ന 2 സാധനം ഉണ്ടല്ലോ, അതെടുത്ത് വലിച്ച് പുറത്തേക്ക് 2 പേര് ഏറെ കൊടുത്തു. കാളേനെ അഴിച്ചു വിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വെള്ളം കുടിപ്പിച്ച് കൊണ്ടുവന്ന് സാധനമൊക്കെ. രാത്രി മുഴുവൻ ഈ കാള നടന്ന് എന്ത് പ്രതീക്ഷിച്ചാ? ഈ പുല്ല് പ്രതീക്ഷിച്ച നാക്ക് നീട്ടി നടന്നത്. നേരം വെളുത്ത് കാള അടിക്കുന്നതിന്റെ ആവശ്യം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവനതെടുത്ത് പറഞ്ഞിട്ട് അവന്റെ കാര്യം കണ്ട അവൻ കാളയെ അത്രേ ഉള്ളൂ. ഇതുപോലെയാണ് ഈ ലോകത്തിന്റെ ജീവിതം. അതുകൊണ്ട് വചനം പറയുന്നത്, ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ കഴിഞ്ഞാൽ അവന്റെ കാര്യം ധന്യം. ലോകത്തിന്റെ മുഖങ്ങളിൽ ആര് പോയിട്ടുണ്ടോ അതൊക്കെയും പറഞ്ഞതുപോലെ മരീചിക. അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് അതാ ഇപ്പൊ കിട്ടുമെന്ന് തോന്നുന്നു, പോയി ഒരിക്കലും കിട്ടുന്നതല്ല. ഇത് ചതിയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് കാര്യം മാറുന്നത്. അപ്പോഴേക്കും എല്ലാം അവസാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ കടന്നുപോയ ഈ ലോകത്ത് ജീവിച്ച് നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. എന്നാൽ നമ്മെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകം ചതിയാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കേൾക്കാനെങ്കിലും സാധിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. കാരണം കുറച്ചു നാളൊക്കെ ഇതിന്റെ ഇടയിൽപ്പെട്ട് ആരും ഒന്ന് കറങ്ങും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പതുക്കെ സ്പർശിച്ച് അവസാനം ബാല്യത്തിൽ ഇത് ഉള്ളിൽ കിടന്നാൽ ഒരു സമയമാകുമ്പോൾ തിരിച്ചു കൊടുക്കും. അവിടെയാണ്
കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈ ലോകം ഒരിക്കലും ദൈവത്തിന്റെ ജനത്തിന് അനുകൂലമല്ല, നന്മ നൽകുകയില്ല. അത് കർത്താവിന് ചെയ്തത് തന്നെ കർത്താവിന്റെ ജനത്തിനും ചെയ്യും. ഇന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചത് 32-ാം സങ്കീർത്തനം. 32-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഭാഗ്യവാൻ. അകത്തും കിടക്കാതെയും ആത്മാവിൽ കവടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. എന്നാൽ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എന്നെ നിത്യമായ നരകത്താറിന്റെ അസ്ഥികളൊക്കെയും ക്ഷയിച്ചു. മിണ്ടാതിരുന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് കർത്താവെ തെറ്റായിപ്പോയെന്ന് പറഞ്ഞ പ്രശ്നം തീരും. പക്ഷെ ആ മനുഷ്യൻ പറയാൻ തയ്യാറുവാ. എവിടെ പറയും, എങ്ങനെ പറയും? ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ 100 സ്ഥലത്ത് ഞാൻ പറയാൻ തയ്യാറാ. എനിക്ക് തെറ്റിപ്പോയി എന്നെ. അങ്ങനെ ആരുമില്ല. വചനം പറയുന്നത് ഏശാവ് അവകാശം വിറ്റു. വേട്ട കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര വിശപ്പ്. സഹോദരൻ പായസം ഉണ്ടാക്കി വെച്ചിരിക്കും. സഹോദര യാക്കോബേ, ഇത്തിരി ആ പായസം ഇത്തിരി തരാം. പായസം തരാം, പക്ഷെ ജ്യേഷ്ഠാവകാശം എനിക്ക് എത്താൻ. ഈ ജ്യേഷ്ഠാവകാശം കൊണ്ട് ഞാൻ തന്നെ ചത്തിട്ട് വല്ല കാര്യമുണ്ടോ? തരാം. അങ്ങനെ ജ്യേഷ്ഠാവകാശം വിറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ജ്യേഷ്ഠാവകാശം ലക്ഷ്യമാക്കി കഴിഞ്ഞു. ഇത് എവിടെ കൊണ്ടുപോയി ഏറ്റുപറയും? ഇതെവിടെ പറയണ്ടേ? ഞാൻ തെറ്റിപ്പോയി എന്ന് പറയാനായിട്ട് കർത്താവിന്റെ വചനം പറയുന്നത്, അവൻ കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല. മാനസാന്തരത്തിന് ഇടകണ്ടി. മാനസാന്തരത്തിന് ഒരാള് തെറ്റ് ചെയ്താൽ അവൻ ഏറ്റവും ആദ്യമേ തന്നെ അതിന് എന്ത് വരണം? മാനസാന്തരം വരണം. തെറ്റ് ഏൽക്കണം. അത് കഴിഞ്ഞ് മാനസാന്തരം വരണം. മാനസാന്തരം വന്നു കഴിഞ്ഞാൽ അവന് അടുത്തത് വേണം, ഇട വേണം. ഇട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ പോയി, അവിടെ എനിക്ക് ഇരിക്കാൻ ഒരു ഇടമില്ലാത്ത കാരണം ഞാൻ തിരിച്ചു പോകും. ഒരു ഇടം വേണം. ദാവീദ് ഒരു മനുഷ്യനെ കൊന്നതാ, ഊരിയാവിനെ കൊന്നതാ. പക്ഷെ അവന് മാനസാന്തരത്തിൽ എന്ത് കിട്ടി? അവന് മാനസാന്തരപ്പെട്ട് തന്റെ തെറ്റ് ഏറ്റു പറയാനൊരു ഗ്യാപ്പ് കിട്ടിയ, ഇട കിട്ടി. പക്ഷെ യേശാവിന് കിട്ടിയില്ല. എന്തായാലും കാരണം എന്തായിരുന്നാലും ദൈവത്തിന്റെ വചനം പറയുന്നത്, ആ ഇട ഒരു മനുഷ്യനെ ദൈവം കൊടുക്കുന്നുവെങ്കിലും അവൻ രക്ഷപ്പെട്ടു. അല്ലാതെ ഞാൻ നമ്മൾ പറയില്ലേ, നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, സഭയിലൊക്കെ എഴുന്നേറ്റുന്നുണ്ട്, ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതൊക്കെ പറച്ചിൽ മാത്രം. ഒരുവൻ തന്റെ തെറ്റിനെ കുറിച്ച് മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാനസാന്തരത്തിന് ഏറ്റു പറയാനൊരു ഇട ദൈവം ഒരുക്കണം. ആ ഇട ദൈവം ഒരുക്കി കഴിഞ്ഞാൽ അവനെ അതിന് കെട്ടിക്കൊണ്ട് പോരും. ആയുഷ്കാലത്ത് ഒരിക്കലും അങ്ങനെ ഒരു ഇട കിട്ടാത്തവരാണ് തിരിച്ചു വരാൻ സാധിക്കാതാണ് പോയത്. ശൗൽ അങ്ങനെ പോയത്. ശൗൽ തന്നെ തെറ്റ് മാനസാന്തരപ്പെട്ട് യഥാർത്ഥപ്പെടാനുള്ള ഒരു ഇട കിട്ടിയില്ല. യേശാവിന് അങ്ങനെ ഇട കിട്ടിയില്ല. യൂദായ്ക്ക് അങ്ങനെ ഇട കിട്ടിയില്ല. അത് പരിശോധിക്കണം. ഇങ്ങനെ ഇട ഇതാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്ന സന്ദർഭം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു.
ഇട ദൈവം കൊടുക്കുമ്പോ വസ്തു വിറ്റതിന് ശേഷം അതിനൊരു അംശം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അനന്യാസും സഫീരയും കൂടി അപ്പോസ്തലന്മാരുടെ അടുക്കള വന്നിരിക്കുക. ഇത്രയ്ക്കാണോ നിലം വിറ്റ്? ദൈവം എന്ത് കൊടുക്കുക? ദൈവം എന്ത് കൊടുക്കുക? ഇപ്പോഴും മാനസാന്തരപ്പെട്ട് ഏറ്റു പറയാൻ ഒരു ഇടം ദൈവം കൊടുക്കുക. ഒരു ഇട പറയില്ല. അവിടെയും താന്റെ നീതീകരണമാണ്. ഇത്രയ്ക്ക് തന്നെ ഒരിക്കലും യഥാസ്ഥാനമില്ല. പോയി അവിടെയാണ് കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നത്, ഏത് സമയത്തും ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കണം. അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ രക്ഷയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നത് കൊണ്ട്. ഞാൻ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? നിന്റെ രക്ഷയ്ക്കായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കി കളയരുതേ ദൈവമേ. കാരണം നീ എപ്പോഴാ എനിക്ക് ഈ ഇട തരണമെന്ന് എനിക്കറിയില്ല. ഏത് സമയത്താണ് ഈ ഇട തരുന്നത് എനിക്കറിയില്ല. അമ്മാവന്റെ വീട്ടിൽ പോയി നിന്ന് അമ്മാവന്റെ സ്വത്തുക്കൾ കൈവശാക്കി അമ്മാവന്റെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു. കൂട്ടത്തിൽ വലിയൊരു മുതലുമായിട്ട് തിരിച്ചു വരിക. സന്തോഷമില്ല. കാരണം ജീവിതത്തിൽ കടന്നു പോകുന്ന വഴികൾ അങ്ങനെയുള്ള. യാബോക്ക് നദി കടന്ന് എല്ലാവരെയും കടത്തിയതിനു ശേഷം ഒരു ദൂതൻ വന്ന് മല്ല് പിടിച്ചു. തരസ്തോത്രം രാത്രി മുഴുവൻ മല്ല് പിടിച്ചു. നേരം വിളിക്കാറായപ്പോ ദൂതൻ പറഞ്ഞു, ഉഷസ്തുതിക്കാറായി, ഞാൻ പോട്ടെ. യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടില്ല. ഉടയവൻ അവന് ഒരു ഇട കൊടുത്തതാ. അവൻ വീണിരിക്കുന്ന കുഴിയിൽ നിന്ന്, തന്റെ ജീവിതം മുഴുവനും തന്നെ വേദനപ്പെടുത്തുന്ന ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഇട ദൈവം കൊടുത്തിരിക്കുക. ഒടുവിൽ അവന് ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ ദൂതൻ ചോദിച്ചു, നിന്റെ പേരെന്താ? സന്തോഷായി. മാനസാന്തരത്തിന് എന്ത് കിട്ടി? മാനസാന്തരത്തിന് ഇട കിട്ടി. താൻ അകപ്പെട്ടിരിക്കുന്ന കുഴിയിൽ നിന്ന് കാലങ്ങളായിട്ട് ഞാൻ ഇത് എവിടെ ഏറ്റു പറഞ്ഞു? എന്റെ ഈ തെറ്റ് ഞാൻ ആരോട് പറയും? ഞാൻ എങ്ങനെ ഇതിന് ക്രമീകരണം പ്രാപിക്കും? ആയുഷ്കാലം മുഴുവനും അന്വേഷിച്ചിറക്കുമ്പോൾ അതിനും പറയുന്നത് അന്വേഷിക്കുന്നവന് കണ്ടെത്തും. ഒരു കുഴപ്പമില്ല. അന്വേഷിക്കുന്നത് കണ്ടെത്തും. നിനക്ക് എന്തിന്റെ കുറവ്? ഒന്നിന്റെയും കുറവില്ല. ജ്യേഷ്ഠാവകാശം കിട്ടിയില്ലേ? കിട്ടി. അമ്മ അനുഗ്രഹിച്ചില്ലേ? അനുഗ്രഹിച്ചു. അപ്പൻ അനുഗ്രഹിച്ചില്ലേ? അനുഗ്രഹിച്ചു. ഇന്ന് എന്റെ ഭാര്യമാരില്ലേ? ഉണ്ട്. കുട്ടികളില്ലേ? ഉണ്ട്. സമ്പത്തില്ലേ? ഉണ്ട്. വേലക്കാരൻ, മൃഗസമ്പത്ത്, ഒന്നിനും കുറവില്ല. പക്ഷെ നിന്റെ മുഖം സന്തോഷമില്ലല്ലോ. മുഖം സന്തോഷമില്ലല്ലോ. കാരണം എല്ലാം ഉണ്ട്. പക്ഷേ ഉടയവൻ എന്റെ തെറ്റ് തിരുത്താൻ ഒരു ഇട ഇന്ന് വരെയും തന്നിട്ടില്ല. അത് ആ അനുഗ്രഹവും കൂടി കിട്ടിയിട്ടല്ലാതെ ഞാൻ എന്റെ മുഖം തെളിയുകയില്ല. എന്റെ മുഖം, എന്റെ ഹൃദയം അതിനേറ്റല്ലാതെ തൃപ്തി പ്രാപിക്കുകയില്ല. അന്വേഷിക്കുന്നവന് കണ്ടെത്താൻ അവസരം കൊടുക്കുന്ന ദൈവം, യാചിക്കുന്നവന് കൊടുക്കുന്ന ദൈവം തക്ക സമയത്ത് വെളിപ്പെട്ടു. നിന്റെ പേരെന്താ? പറ. ഏത് കാലത്ത് കിട്ടും? ഒരിക്കൽ അപ്പനെ വഞ്ചിച്ച ആ വാക്ക്, ഞാൻ ഏശാവെന്ന് പറഞ്ഞ വാക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയായി കിടക്കുന്ന ആ വാക്ക് തിരിച്ചു പറയാനായിട്ട് ഒരു അവസരം എന്റെ ദൈവം ഉണ്ടാക്കിയതല്ലയോ? വെറുതെ കിട്ടുന്നതല്ല. ഇന്ന് വരെയുമുള്ള സകല ലംഘനങ്ങളും ഇതാ മഞ്ഞുപോലെ മാറിപ്പോകുവാൻ ഉടയവനൊരു ഇടം തന്നാൽ അതിനെ തടുക്കാൻ ആർക്ക് കഴിയും?
അതിനാൽ ജീവിതം മാറുന്ന ഏത് നിലയിലേക്കായിരിക്കും? കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, എന്റെ പേര് യാക്കോബ് എന്ന്. മുമ്പ് നീ പറഞ്ഞത് യേശാവെന്നാ? അല്ല, ഇന്ന് യാക്കോബ് എന്ന്. കാരണം ഇന്ന് എനിക്ക് മാനസാന്തരത്തിന് ഉടയവൻ ഇടം തന്നിരിക്കും. അവர்களെ, ഇന്ന് നമ്മുടെ ചെറുതും വലുതുമാട്ട സകല ലംഘനങ്ങളും ദൈവത്തിന് മുമ്പാകെ ക്ഷമിച്ച് മാനസാന്തരത്തിന് നമുക്ക് ഇട തന്നു. ആ ഇടയിൽ ആ മനുഷ്യൻ ആരായിരുന്നാലും അവൻ മരണയോഗ്യനെന്ന് പറയാനുള്ള അവസരം ദാവീദിന് കൊടുത്ത് അവനെ ആ കുഴിയിൽ നിന്ന് കയറ്റിയത് പോലെ എന്റെ പേര് യാക്കോബ് എന്ന് ദൂതനോട് പറഞ്ഞ് ആ കുഴിയിൽ നിന്ന് യാക്കോബിനെ കയറ്റിയവൻ ഇന്ന് നമ്മുടെ പോകുന്നു. നമ്മുടെ പോകുന്നത് നമ്മുടെ ലംഘനങ്ങൾ, നമ്മുടെ കുറ്റങ്ങൾ, കുറവുകളൊക്കെയും ക്ഷമിച്ച് ഒരു പൂർണ്ണമായ ഒരു ശുദ്ധീകരണത്തിങ്കൽ നമ്മൾ ഭാഗ്യവാന്മാരായി തീരുവാൻ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ച് ആത്മാവിൽ കവടമില്ലാതെയും അകത്തും കിടക്കാതെയും ഇരുന്ന് ഭാഗ്യ പദവിയിൽ എത്താനുള്ള ഒരിട ഇന്ന് കർത്താവിന്റെ ജനത്തിന് കർത്താവ് തരട്ടെ. അതിനുവേണ്ടി ദൈവങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടയവൻ വലിയവനാണ്. ഏശാവിന് അത് കിട്ടിയില്ല, ഏശാവ് അവിടെ എത്തിയില്ല. ശൗലിനത് കിട്ടിയില്ല, ശൗൽ അവിടെ എത്തിയില്ല. യൂദയ്ക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചില്ല, അവനോട് എത്തിയില്ല. എന്നാൽ അന്വേഷിക്കുന്നവരും സദാ സമയം ദൈവവുമായിട്ട്, എന്റെ ദൈവവുമായിട്ട് വന്നിരിക്കുന്ന അകൽച്ച എവിടെയാണ്? ദൈവമേ, എന്റെ ദൈവവുമായിട്ട് എനിക്ക് വന്നിരിക്കുന്ന ഭിന്നത എവിടെയാണ്? ഞാൻ കടന്നു പോകുന്ന ഈ ദുർഘടങ്ങളൊക്കെ ഈ എന്തുകൊണ്ടാണ്? ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയൊക്കെ എന്തുകൊണ്ടാണ്? എനിക്ക് എല്ലാ സാഹചര്യങ്ങളും വന്നിട്ടും എന്റെ ഹൃദയം എന്നെ കുറ്റം വിധിക്കുന്നത് എന്തുകൊണ്ടാണ്? പിതാവ് ഇന്ന് ഞങ്ങൾ ഈ വചനം ചിന്തിക്കുന്നുവെങ്കിൽ, ഈ വചനം ഞങ്ങൾ പ്രാപിക്കുന്നുവെങ്കിൽ, ഞങ്ങൾക്ക് മാനസാന്തരത്തിന്, ഞങ്ങൾക്കൊരു യഥാസ്ഥാനത്തിന് ഒരു ഇട എന്റെ കർത്താവ് കൽപ്പിച്ചു തരുന്നു. ഇന്ന് ഞങ്ങളെ എല്ലാ കുഴിയിൽ നിന്നും കയറ്റി ക്രിസ്തു എന്ന പാറമേൽ വീണ്ടും പ്രകാശത്തോടെ നിർത്തുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു എന്നടിസ്ഥാനം ആശയാവാനിലത്രേ, യേശു എന്നടിസ്ഥാനം ആശയാവാനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത